ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാന്റെ മനുഷ്യരൂപം ധരിച്ച ലീലകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈ ശ്ലോകം. അപ്പോൾ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം, ഭഗവാനും നമ്മളെപ്പോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ? അപ്പോൾ നമുക്കുള്ള മാതിരി എല്ലാ പ്രശ്നങ്ങളും ഭഗവാനും നേരിട്ടിട്ടുണ്ടാവില്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. ഈ ശ്ലോകം നമുക്ക് കാണിച്ചു തരുന്നത് ഭഗവാന്റെ ആ ലീലകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവതാരത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവതാര സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ശ്ലോകം. അപ്പോൾ നമുക്ക് ആ ശ്ലോകം എന്താണെന്ന് കൂടുതലായിട്ട് പഠിക്കാം. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം നോക്കാം. കൃതവാൻ കില വീര്യാണി സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഒന്നുകൂടി നോക്കാം. കൃതവാൻ കില വീര്യാണി സഹരാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ഗൂഢ കപടമാനുഷ ഭഗവാൻ കേശവ രാമേണ സഹ അതിമർത്യാനി വീര്യാണി കൃതവാൻ കില. ഒന്നുകൂടി നോക്കാം. ഗൂഢ കപടമാനുഷ ഭഗവാൻ കേശവ രാമേണ സഹ അതിമർത്യാനി വീര്യാണി കൃതവാൻ കില. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഒന്നുകൂടി നോക്കാം. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ഇനി നമുക്ക് ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഗൂഢ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചു പിടിച്ചുകൊണ്ട്, കപടമാനുഷ കപടമായ മനുഷ്യരൂപം ധരിച്ചവൻ, മനുഷ്യനെ പോലെ അഭിനയിക്കുന്നവൻ. അതാണ് ഭഗവാന് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചത് അഭിനയം പോലെയാണ്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു തത്വമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാനെ പോലെയാണ് നമ്മളും ജീവിതം ജീവിക്കേണ്ടത്. ഈ ജീവിതം എന്ന് പറയുന്നത് അഭിനയമാണ് എന്നുള്ള ബോധ്യത്തിലെത്തുക. ഭഗവാൻ അറിയാം, ഭഗവാന്റെ ലീലകളാണ് ഇതൊക്കെ കൃഷ്ണനായിട്ട്. അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവുന്നതെല്ലാം തൻ്റെ അവതാരത്തിനും ഉണ്ടാവേണ്ടതല്ലേ? അപ്പോൾ അത് അഭിനയമാണെന്ന് ബോധ്യമുള്ള ആളാണ് ആര്? കൃഷ്ണൻ. അതുകൊണ്ടാണ് കപടമാനുഷ എന്ന് ഇവിടെ ശ്ലോകത്തിൽ പറയാനായിട്ട് കാരണം. മനുഷ്യരൂപം ധരിച്ചു എന്നുള്ള ബോധ്യം നമുക്കതില്ല. മനുഷ്യനാണ്, ഞാനാണ് എന്നുള്ള ആ ബോധമാണ് നമുക്കുള്ളത്. ഇതൊരു രൂപമാണെന്നും ഈ ശരീരമാണെന്നും ഇത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണെന്നും എന്ന് നമുക്ക് അറിവുണ്ടെങ്കിലും അത് ബോധ്യത്തിലില്ല. യഥാർത്ഥ ജ്ഞാനത്തിൽ അവിടെ മറയ്ക്കപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ അയ്യോ കഷ്ടം എന്നൊക്കെ തോന്നാനുള്ള, കഷ്ടകാലാണല്ലോ എനിക്ക് എന്നുള്ള ഈ ഒരു ശരീരബോധത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ അനുഭവമായിട്ട് വരുന്നത്. ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഇത് അഭിനയമാണെന്നുള്ള ബോധ്യമുണ്ട്. ഈ ശരീരം എന്നൊക്കെ ഉള്ളതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നുള്ള ബോധ്യത്തിലാണ് ഭഗവാൻ അവതാരത്തെ സ്വീകരിച്ചത്. അതുപോലെ ആയിരിക്കണം നമ്മളും. ദേഹാഭിമാനത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. ഭഗവാൻ കേശവ ഭഗവാൻ ശ്രീകൃഷ്ണൻ രാമേണ സഹ ജ്യേഷ്ഠനായ ബലഭദ്രരോടൊപ്പം അതിമർത്യാനി മനുഷ്യസാധ്യമായതിനു അപ്പുറമുള്ള അമാനുഷികമായ വീര്യാണി വീരകൃത്യങ്ങൾ ലീലകൾ കൃതവാൻ കില ചെയ്തിട്ടുണ്ടല്ലോ. ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ആർക്കറിയാം? ശൗനകാദികൾക്ക് അറിയാം, കേട്ടിട്ടുണ്ട്, ഇതെല്ലാം അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് അങ്ങ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ആളാണ്, അനുഭവിച്ച ആളാണ്. അപ്പോൾ അത് അങ്ങയുടെ അറിവ് കൊണ്ട് ഭഗവാന്റെ ലീലകളെക്കുറിച്ചുള്ള ഒരു കാര്യം പോലും വിട്ടുപോകരുത്. അതുകൊണ്ടാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, ഓരോന്നായിട്ട് സൂചിപ്പിക്കുന്നത്. ഈ ഭാഗങ്ങളൊന്നും വിട്ടുപോകരുത്. കാരണം അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രസം അത് നുകരാനാണ്. അത് നുകരുമ്പോഴാണ് സ്വാദു പതേ കഴിഞ്ഞ ശ്ലോകത്തെ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒന്ന് വിട്ടുപോകുമ്പോൾ അത് അല്ലേ നമുക്ക് ആസ്വദിക്കാൻ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. നമ്മൾ നല്ലൊരു സംഗീതം, ചില പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ
അത് അത് വീണ്ടും കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? അതിലൊരു ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ട്. എന്നത് പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ, ഏതെങ്കിലുമൊക്കെ ഒരു ലീലകൾ വിട്ടുപോയാൽ നമുക്ക് അതും കൂടി കേൾക്കുമ്പോഴുള്ളൊരു സുഖേ, അതാണ് അത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള സൂചന കൊടുക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം. മനുഷ്യ രൂപം ധരിച്ച് സ്വന്തം ഈശ്വരഭാവം മറച്ചു പിടിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടൊപ്പം ചേർന്ന് മനുഷ്യർക്ക് അസാധ്യമായ പല അമാനുഷിക കർമ്മങ്ങളും, അതായത് ലീലകളും ചെയ്തിട്ടുണ്ടല്ലോ. അവയെല്ലാം ഞങ്ങൾക്ക് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് ശൗനകാദി മഹർഷിമാരെ സൂതനോടായിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള അടുത്ത ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.